നടൻ മോഹൻലാലിനെ കുറിച്ച് എന്ത് വാർത്തകൾ വന്നാലും അത് ആരാധകരെ ഞെട്ടിക്കുന്നത് തന്നെയാണെന്ന് പറയാം. എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ ശരിയാണോ എന്ന് പോലും അറിയാത്ത ഒരു വാർത്ത രാവിലെ പ്രചരിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മുതൽ ഈ പ്രചാരണം ഉണ്ടായിരുന്നു. നടൻ മോഹൻലാൽ ആശുപത്രിയിലാണ് എന്നും എന്നാൽ അദ്ദേഹം ചികിത്സ തേടിയിരിക്കുന്നതല്ല എന്നും ചെക്കപ്പിനെത്തിയതാണെന്നുമൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ചിലരൊക്കെ തന്നെയും ആശുപത്രിയിൽ മോഹൻലാൽ നിൽക്കുന്ന ചിത്രം പോലെ പ്രചരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഭൂരിഭാഗം പേരും മോഹൻലാൽ നടൻ ആശുപത്രിയിലാണെന്ന് വിശ്വസിച്ചു. പല ആശുപത്രിയിലേക്കും നടൻ എത്തിയോ എന്ന് ചോദിച്ചു പോലും വിളിയുണ്ടായിരുന്നു. മാധ്യമങ്ങൾ പോലും ഒരു സമയത്ത് അത് വിശ്വസിച്ചു എന്ന് വേണം പറയാൻ. പനിയും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും കാരണം മോഹൻലാലിനെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റ്. ചിലതിൽ ആശുപത്രി റിപ്പോർട്ടും നടന്റെ ചിത്രം ഉൾപ്പെടെ തന്നെയും പോസ്റ്ററുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പുതിയ സംഭവം എന്ന നിലയിലായിരുന്നു പ്രചരിക്കുന്ന പോസ്റ്റുകളിലെയും വീഡിയോകളിലെയും അവതരണം പോലും. എന്നാൽ ഈ വാർത്ത 2024 ഓഗസ്റ്റിലുള്ളതാണ്. അന്ന് പനിയും ശ്വാസതടസ്സവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വാർത്തയാണ് ഇപ്പോഴെന്ന് പറഞ്ഞ് പ്രചരിക്കുന്നത്. ആളുകളിൽ ഭൂരിഭാഗവും ഇത് അന്നത്തെ വാർത്തയാണെന്ന് തിരിച്ചറിയാതെ പോയി. എന്നാൽ പിന്നീട് ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് അന്നത്തെ വാർത്ത ഇപ്പോൾ വീണ്ടും ആരോ കുത്തിപ്പൊക്കിയിരിക്കുകയാണെന്ന് മനസ്സിലായത്. ഇതിന് പിന്നാലെ തന്നെ ആരാണ് വാർത്ത പുറത്തെത്തിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആരാധകരെല്ലാവരും ഏറ്റെടുത്തിരുന്ന ഒരു വാർത്തയായി മാറുകയാണ്. കാരണം നടൻ മോഹൻലാൽ ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞെത്തിക്കഴിഞ്ഞാൽ അത് പ്രേക്ഷകരെ സംബന്ധിച്ച് അറിയേണ്ടതും അതുപോലെ തിരക്കേണ്ടതുമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇതൊരു വ്യാജ പ്രചരണമാണ് എന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയിൽ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് മറുപടിയും നൽകുന്നുണ്ട്. ഇതിനു മുൻപും പല നടന്മാരുടെ പേരിലും ഇത്തരത്തിൽ പ്രചരണം നടന്നിട്ടുണ്ടെങ്കിലും മോഹൻലാലിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു വ്യാജ വാർത്ത ആദ്യമായിട്ടാണ് വരുന്നതെന്ന് പറയുന്നു. അദ്ദേഹം ഓഗസ്റ്റിൽ തന്നെ ആശുപത്രിയിലായ വാർത്തയിൽ വളരെയധികം നിന്നിരുന്നു. ആ വാർത്ത തന്നെയാണ് ഇപ്പോൾ വീണ്ടും പ്രേക്ഷകരെല്ലാവരും വൈറലാക്കുന്നത്. ഏതോ ഒരാൾ ചെറുതായി എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാവരും അത് വിശ്വസിച്ചു. അല്ലാതെ നടൻ്റെ ആരോഗ്യനിലയിൽ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ പോലും അറിയിച്ചത്. അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് പല പ്രശ്നങ്ങളും ഇതിനു മുൻപും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആശുപത്രിയുടെ പേരിൽ അധികം ഉണ്ടായിട്ടില്ല. 2024 ഇദ്ദേഹം ആശുപത്രിയിലെത്തിയ ചില വിഷ്വൽസ് വെച്ചിട്ടാണ് ചിലരൊക്കെ തന്നെയും ഈ വാർത്ത പ്രചരിപ്പിച്ചെത്തിയതെന്ന് പറയാം. അന്ന് പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ ശ്വാസകോശ അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വൈദ്യപരിചരണത്തിലാണെന്നും സുഖം പ്രാപിച്ചു വരുന്നുവെന്നുമായിരുന്നു ആശുപത്രി അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നത്. ഇതാണ് പുതിയ വാർത്തയിൽ തന്നെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നതും. അന്ന് അദ്ദേഹം 5 ദിവസമായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അന്നത്തെ വാർത്തകളൊക്കെ പുറത്തു വന്നതായിരുന്നു. എന്നാൽ പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഇത് ആ വാർത്തയാണെന്ന് അറിയാനോ തിരിച്ചറിയാനോ അല്ലെങ്കിൽ അതുമൂലം നടത്താനോ ഒന്നും തന്നെ സാധിച്ചില്ല. പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയിൽ വീണു പോവുകയായിരുന്നു. അതോടെ നടൻ മോഹൻലാൽ ആശുപത്രിയിലാണെന്ന് പലരും വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കാര്യം വിളിച്ചന്വേഷിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.